മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ ഇല്ലയോ എന്ന് പറയുന്ന ഭയങ്കര ചർച്ച ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഡാം പൊട്ടുമോ, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിക്ക് അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ മുല്ലപ്പെരിയാറിനെ പറ്റി എന്നുള്ളതാണ് നമ്മുടെ എന്നൊരു ചോദ്യം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞ ചർച്ച നടക്കുന്നുണ്ട്. അത് ശരിക്കും ജനങ്ങളെ പാനിക് ആക്കണമെന്ന്, ടെൻഷൻ അടിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ടെൻഷൻ അടിപ്പിക്കുന്നതാണ് അതൊരിക്കലും. എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ആ ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി? അതൊന്നും പൊട്ടൂല, അതൊക്കെ സേഫ് ആണ്. പക്ഷെ ഇത് ഒരുപാട് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട്. ഇത് പൊട്ടും, കുറെ കാര്യങ്ങളും ഒരു വക്കീലൊന്ന് പറയുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട്. ശരിക്കും അത് ആളുടെ വർത്തമാനം കേട്ടെങ്കിൽ നമ്മൾ പൊട്ടുന്നുള്ള രീതി തന്നെയാണ്. അതൊക്കെ വെറും ഒരു ഭീഷണിയാണ്, അതൊന്നും പൊട്ടൂല. വയനാട് ദുരന്തം പോലും വലിയൊരു ദുരന്തം എക്സ്പെക്ട് ചെയ്യണ പോലെ ഒരു അപ്രതീക്ഷിതമായിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? പറയാൻ പറ്റൂല. ചിലപ്പം നമുക്ക് അങ്ങനെ വന്ന നമ്മുടെ കാലാവസ്ഥ പോലെ ഇരിക്കും കാര്യങ്ങൾ. കാലാവസ്ഥ ഇതുപോലത്തെ ഒരു കാലാവസ്ഥയാണ് ചിലപ്പം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ഇച്ചിരി സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കേണ്ടതല്ലേ? ആക്ഷൻ എടുക്കേണ്ടതാണ് ഉറപ്പായിട്ടും. അത് ഇപ്പോ എല്ലാം കൂടെ എൻ്റെ അടുത്ത് ചോദിക്കണം. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന ഒരു കൂട്ടം പറയണു, ഒരു കൂട്ടം പറയണു പൊട്ടൂല എന്ന് പറയണു. ബ്രോയ്ക്ക് എന്താ തോന്നുന്നത്? ഇത്രയും ന്യൂസും കാര്യങ്ങളും ഇത്ര ഇതൊക്കെ ആയിട്ടും ഒരു കെയർലെസ് ആയിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ ഗവൺമെന്റ്? എനിക്ക് അടി വാങ്ങിച്ചു തരുമോ? അങ്ങനെ കെയർലെസ് ആണെന്നല്ല. അതിപ്പോ ഒരു സൈഡിൽ നിന്ന് എനിക്ക് റീൽസ് ഉണ്ടുള്ള ഇതുള്ളൂ. അതിനകത്ത് പറയണത് പൊട്ടില്ല എന്നൊക്കെയാണ്. അത് അങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് പണിതാണത്. അപ്പൊ അതനുസരിച്ച് പൊട്ടില്ല എന്നൊക്കെ തോന്നുന്നു. എന്നാൽ ഇത്രയും ഒരു സീരിയസ് ആയിട്ടൊരു സംഭവത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് പാനിക് ആവാതിരിക്കാനെങ്കിലും ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ? അല്ല, അതിപ്പോ ഗവൺമെന്റ് പറഞ്ഞല്ലോ, എത്രയോ പണിയാന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പണി പറ്റുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് പറയാനുള്ള, ഇപ്പം നമ്മൾ പോലും മുല്ലപ്പെരിയാറിനെ എത്രയും സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. എനിക്ക് പരമാവധി നിൽക്കാനുള്ള മെയിൻ്റെനൻസ് ചെയ്തിട്ടുള്ള കണക്കാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു യൂട്യൂബിൽ ന്യൂസായിട്ട് ഇങ്ങനെ കണ്ടത് മെയിൻ്റെനൻസ് ചെയ്തെന്നാണ്. അതാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പോലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അതിന് അത് പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഗവൺമെന്റ് ചെയ്യുമായിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ എന്തൊരു വസ്തു ആയാലും, നമ്മളിപ്പോൾ വണ്ടി ആയാലും വീടായാലും ഒരു പരിധി കഴിഞ്ഞാൽ എന്തായാലും പൊളിഞ്ഞു പോകുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫ്രഷ്നെസ് ഇല്ലാണ്ടാവും എത്ര വർഷമാവും. അപ്പം ഇപ്പൊ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ ഇത്ര വർഷമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ എന്തായാലും അതിന്റെ സ്ട്രോങ്നെസ് പോയെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാലോ. അതെ, അതാണ് നമ്മുടെയും ആഗ്രഹം. നമ്മുടെ ആഗ്രഹം അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പ്രശ്നം ഇല്ലാതെ ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മെയിൻറ്റെയിൻ ചെയ്യാനോ പുതിയൊരു ഡാം പണിയാണോ വേണ്ടത്? പുതിയ ഡാം അത് തമിഴ്നാടുമായിട്ടുള്ള ഇഷ്യൂ നടക്കുമല്ലേ. ഡാം പണിത് കഴിഞ്ഞാൽ കേരളത്തിന് നല്ലതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് അതങ്ങനെ പോകും. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ള സംസ്ഥാനത്തിന് ജലം കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഈ ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പരിഹരിക്കാനുള്ള ഒരു വഴി ചെയ്താൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊട്ടൂല എന്ന് നമുക്ക് ഒന്നാമത് ആ സ്ഥലത്തോട്ട് പോകാനുള്ള അവിടെ അങ്ങോട്ട് പോകാൻ ബാൻഡാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് അറിയാൻ പറ്റില്ല എന്താ നടക്കുന്നത്. ചിലപ്പോൾ നമുക്ക് പേടി വരാതിരിക്കാൻ അവർ പറയും പൊട്ടൂല എന്ന് പറയും. ചിലപ്പോൾ പൊട്ടുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റൂല. ജനങ്ങളൊരു പാനിക് ആക്കുന്ന ഒരു കുറേ റീൽസിലായാലും യൂട്യൂബിലായാലും കുറെ പാനിക് ആക്കുന്ന ഒരു സംഭവം ആൾക്കാർക്ക് എന്തായാലും തോന്നൂലേ, പൊട്ടുമെന്ന് തോന്നും. കാരണം കുറേ പേര് ചാനലിൽ കയറി, കുറേ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും യൂട്യൂബിലൊക്കെ കയറി പറയുന്നുണ്ട് ഇങ്ങനെ പൊട്ടും, കുറേ നാളായി ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ കുറേ നാളായി ഇങ്ങനെ പൊട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പക്ഷെ അറിഞ്ഞൂടാ, നമുക്ക് സാധാരണക്കാരനല്ല, നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എത്ര നാളത് നിലനിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതനുസരിച്ച് ഡാം പണിയണമെന്നാണോ അതോ അത് നന്നാക്കി എടുക്കണമെന്നാണോ തോന്നണേ? എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് പുതിയ കൺസ്ട്രക്ട് ചെയ്യണമെന്നാണ്, ഒരു റീഅഷുറൻസിന് വേണ്ടി. അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിനെപ്പറ്റി ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് കാര്യം. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം മുക്കാലോളം പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചർച്ച ഭയങ്കരമായിട്ട് സാധാരണക്കാരെ പാനിക് ആക്കേണ്ടത് തോന്നുന്നുണ്ടോ? മഴ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം ചർച്ചയാവുന്നത്. അതുവരെ ആർക്കും ഞാനും ഇതിന്റെ പുറകെ ഒരുപാട് നടന്നതാ.
ഈ മഴ ആദ്യമേ എല്ലാവരും നമ്മുടെ കൂടെ കാണും, പിന്നെ മഴ കഴിയുമ്പോൾ സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് അതിലോട്ട് വലിയ സ്വീകാര്യത കിട്ടാതെ പോകുന്നുണ്ട്. ഓൾറെഡി കുറേ ഇൻസിഡൻസ് നടന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ഇവിടെ നടന്ന വയനാട്ടിൽ നടന്ന പ്രശ്നങ്ങളാണെങ്കിലും അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഇത് കാണും. കാര്യം ഈ കണ്ട ആൾക്കാരെല്ലാവർക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പോകുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് അതിനുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ. കൃത്യമായിട്ട് ആക്ഷൻ എടുക്കലാന്ന് തോന്നിയിട്ടുണ്ടോ? എടുക്കുന്നില്ല എന്ന് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളോരോട് പ്രശ്നം പറയുന്നുണ്ട് നടക്കുന്നതുകൊണ്ട് ഗവൺമെന്റ് ഇതിലോട്ട് എടുക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ തമിഴ്നാടുമായിട്ട് എന്തോ പ്രശ്നവും കാര്യങ്ങളൊക്കെ അവർ തരുന്നില്ല എന്നുള്ള ഒരു ഇതിൽ അതാണ്. ഇപ്പം നിലവിൽ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം നമുക്ക് അവിടെ എത്തിപ്പെടാനോ നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ ഇപ്പം സ്ഥിതി കണ്ടവരൊക്കെയും വളരെ മോശമാണെന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ അതിന് എത്രയും പെട്ടെന്നൊരു എന്തുവേലും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ഭവിഷ്യത്തും വളരെ മോശമായിരിക്കും. അത് കോവിഡ് പോലെയൊന്നും ആയിരിക്കത്തില്ല, അതിനൊക്കെയും 10 മടങ്ങ് ഡിവാസ്റ്റേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്തുവല്ലോ ഒരു പ്രിക്കോഷൻ എടുക്കുന്ന വളരെ നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം. തോന്നുന്നത് ഇപ്പം അത് പറഞ്ഞിരിക്കുന്ന അതിനിപ്പം ഒരു ആയുസ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം കഴിഞ്ഞിട്ട് ഇപ്പം അന്നൊരു 40-50 വർഷത്തിൻ്റെ അടുത്തോളം ആയിട്ടുണ്ട്. അപ്പം അത് തന്നെ അതിനൊരു ആപത്താണ്. പിന്നെ പറയുന്നതുകൊണ്ട് ഇപ്പം അത് പൊട്ടിയാൽ തന്നെ കേരളയുടെ പകുതിയോളം പോകുന്നുണ്ട്. അതിപ്പം ഏത് മഹാമാരി വന്നാലും അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിപ്പം കേരളയെ തന്നെ ഒരുമാതിരി ഇന്ത്യയിൽ നിന്ന് തുടച്ച് നീക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തായാലും ഒരു നടപടി എടുക്കേണ്ടതാണ്. അതിപ്പം പൊളിച്ചു പണിയുകയോ അതിന് വേണ്ടി ഒരു നടപടി എടുക്കണം. ഇത്രയും ആൾക്കാരുടെ ജീവനാണ്, നമ്മൾ പറയുന്ന പോലെ ചില്ലറ കാര്യമല്ല, ഇത്ര ആൾക്കാർ പോകുന്നതാണ്. പിന്നെ എല്ലാവരും നമുക്ക് വിലപ്പെട്ടതാണല്ലോ, മനുഷ്യജീവനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. ഗവൺമെന്റ് അതിന് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കലാന്ന് തോന്നിയിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് എടുക്കുന്നില്ല എന്ന് പരാമർശിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് അതിനെക്കുറിച്ച് വിവരം നമ്മൾക്കും ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിവരം നമുക്ക് അറിയാതെ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ അറിയത്തില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമുക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അതായത് ഈ പറയുന്ന വേണ്ട പോലെ നടപടികൾ എടുക്കുന്നില്ല എന്നുള്ള. കാരണം ആ ഇഷ്യൂ പലപ്പോഴും മഴക്കാലത്ത് മാത്രമാണ് കണ്ടെത്തി വരുന്നത്, അതിനുശേഷം അത് പിന്നെയും സബ്സൈഡ് ചെയ്ത് താഴെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നൊരു ഒരു തോന്നലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ പുതിയ ഡാം വേണമെന്നാണോ വേണ്ടെന്നാണോ? ഡാം ഇൻ ദ സെൻസ് മാത്രമല്ല, അതിന് എന്താണ് ഈ പറയുന്ന ഒരു ഉചിതമായിട്ടുള്ള ഒരു നടപടി കാണുമല്ലോ. അതിനിപ്പം പുതിയൊരു ഡാം ആയിരിക്കണമെന്നില്ല, ഈ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് മാറ്റുമോ അല്ലെങ്കിൽ എന്തുപോലും അവരാൽ സാധിക്കുന്ന ഒരു ലോജിക്കൽ റീസണിങ് കാണുമല്ലോ. അപ്പോൾ അത് എടുക്കണം എന്നാണ്, അത് ഡാം പണിയുകയോ അല്ല അതനുസരിച്ചുള്ള നടപടി എന്നാണ് ഉദ്ദേശിച്ചത്. ഡാമിന് 3500 കോടി ബഡ്ജറ്റൊക്കെ ഇട്ടിട്ടുണ്ടായി, ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളിപ്പോൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പരിയാതെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ? തീർച്ചയായും, കാരണം ഈ കേരളത്തിൽ നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള, അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമുള്ള, അപ്പോൾ നമ്മൾ അതെന്തായാലും അത്ര പോലും ഒരു ജീവൻ്റെ അത്ര വരുന്നില്ലല്ലോ എന്തുവായാലും. അപ്പം അതിനുവേണ്ടി എന്തായാലും സഹായിക്കാൻ തയ്യാറാണ്.